പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ യോഗ്യതകളോ അയോഗ്യതകളോ ഒന്നും പരിഗണിക്കാതെ ഈ സമയം അങ്ങയോടൊത്തായിരിക്കുവാൻ ഞങ്ങളെ സ്നേഹപൂർവം വിളിച്ച നല്ല ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് അങ്ങയുടെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും കൃപ നൽകിയതിന് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. കരുണാവാരിധിയായ ദൈവമേ, ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളെ മുഴുവനായി അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെയും സ്നേഹത്തെയും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ സ്വയം സ്നേഹിക്കുന്നതിനേറെയായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എല്ലാ സ്വർഗവാസികളോടും ഭൂവാസികളോടും സർവപ്രപഞ്ച ചരാചരങ്ങളോടും ചേർന്ന് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് കരുതുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും തരുന്നതിലധികമായി ആ സ്നേഹം തന്ന് എല്ലായ്പ്പോഴും വാത്സല്യത്തോടെ പുണരുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകാൻ അറിവില്ലാത്തവരായ ഞങ്ങളോട് കരുണയായിരിക്കണമേ. സ്നേഹനാഥ, അങ്ങേ കാണുവാനുള്ള ആഗ്രഹത്തെയും നിത്യതയെ പോകുവാനുള്ള മോഹത്തെയും ഞങ്ങൾ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയിൽ പ്രാപിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ ദാഹാർത്തരായി ഞങ്ങളിതാ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ തൃക്കരങ്ങളിൽ അർപ്പിക്കുന്നു. നാഥ, നീ ഞങ്ങളെ പുണരണമേ. നിന്റെ സ്നേഹസീമയിൽ ഞങ്ങൾ അലിയട്ടെ. ദൈവപിതാവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. തമസ്കരിക്കപ്പെടുന്ന വസ്തുതകളും സത്യവൽക്കരിക്കപ്പെടുന്ന മിഥ്യകളും നമ്മുടെ സമൂഹത്തെ പിന്നോട്ട് നയിക്കുകയാണ്. മുന്നോട്ട് കുതിക്കുന്നു എന്ന് നാം അവകാശപ്പെടുമ്പോഴും ആ കുതിപ്പിന്റെ ശോഭ കെടുത്തുന്ന പല സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നു. നീതിപീഠത്തിൽ നിന്ന് പോലും നീതി ലഭിക്കാതെ വരുമ്പോൾ നീതിമാന്മാർ ക്രൂശിക്കപ്പെടും. കൈ കഴുകുന്ന പിലാത്തോസുമാരും അധികാരത്തോട് ചങ്ങാത്തം പുലർത്തുന്നതിലൂടെ നീതിയുടെ തുലാസിൽ തെറ്റായി അറിവ് കുറിക്കുന്നവരും സമൂഹത്തെ കൂടുതൽ ദ്രോഹിക്കുന്നു. അധികാരം സ്വന്തം നേട്ടത്തിന് മാത്രമുള്ളതായി മാറുമ്പോൾ ആർക്കു വേണ്ടിയാണോ അത് ഉപയോഗിക്കപ്പെടേണ്ടിയിരുന്നത് അവർക്കത് നിരാശയ്ക്ക് കാരണമാക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾ, വ്യാജ ഏറ്റുമുട്ടലുകൾ, സംഘർഷങ്ങൾ, അപവാദ പ്രചരണങ്ങൾ തുടങ്ങിയവ പരക്കെ അസ്വസ്ഥത പരത്തുന്നവയാണ്. എത്ര മായ്ച്ചാലും മായാത്ത ചരിത്ര സത്യങ്ങളെ കുറെ കാലത്തേക്ക് മൂടുപടമണിയിക്കുവാൻ കഴിഞ്ഞാലും വസ്തുതകളുടെ വിശുദ്ധി എന്നും സൂര്യപ്രഭയോടെ തെളിഞ്ഞു വരും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് ഫലമേൽപ്പിക്കുന്നു. സ്നേഹനാഥ, അങ്ങ് ഞങ്ങളുടെ ഭാരം വഹിക്കുന്നത് പോലെ ഞങ്ങളും ഞങ്ങളെക്കാൾ ഏറെ ദുരിതം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാകേണ്ടവരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവാനും വെറുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. നാഥ
നാഥ കൂടെ വസിക്കണമേ, നാഥ കൂടെ വസിക്കണമേ. അലിവേറും സ്നേഹമായി അലയാഴി പോലെ നാഥ കൂടെ വസിക്കണമേ, 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 നാഥ കൂടെ വസിക്കണമേ. സ്വന്തം വിജയത്തെക്കാളേറെ മറ്റുള്ളവരുടെ പരാജയം ആഘോഷിക്കുന്നവരാണ് നമ്മിൽ പലരും. മാലിന്യം നിറഞ്ഞതാണ് ഈ മനോഭാവം. ലോകം വിഭജിതമായിരിക്കുന്ന ശത്രുക്കൾ മിത്രങ്ങൾ എന്ന പക്ഷങ്ങളായല്ല, പ്രത്യുത ബലവാന്മാർ ദുർബലർ എന്ന രണ്ട് വിഭാഗങ്ങളായാണ്. ബലവാന്മാർ വിജയത്തിലും ഉദാരമതികളാകുന്നു. എന്നാൽ ദുർബലരാകട്ടെ പരാജിതർക്കെതിരായി സംഘം ചേരുന്നു. തോൽവി താൽക്കാലികം മാത്രമാണെന്നും അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്നും മനസ്സിലാക്കാതെ പോകുന്നതിനാലാണ് ഇപ്രകാരമുള്ള ദുഷ്ടതകൾ നമ്മിൽ ഉടലെടുക്കുക. ഇങ്ങനെയുള്ളവരുടെ ഗണത്തിൽ നാം ഉൾപ്പെടുകയാണെങ്കിൽ സ്വയം ചോദിക്കുക, ഈ പീഡനത്തിൽ പങ്കുചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പരാജിതരെ അവഹേളിക്കുന്നവർ ദുർബലരാണ്. ഒരു ചൊല്ലുണ്ട്, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവൻ മാത്രമല്ല, അതിനായി പരിശ്രമിച്ചവരും അവിടേക്ക് പുറപ്പെട്ട് വഴിമധ്യേ വീണുപോയവരും ജീവൻ ത്യജിച്ചവരുമെല്ലാം വിജയികളാണ് എന്ന്. നാം ഇഷ്ടപ്പെടാത്തവരുടെ മക്കൾ പരീക്ഷയിൽ തോറ്റെന്നറിഞ്ഞാൽ, നമ്മോട് വഴക്കുണ്ടാക്കിയവർ തട്ടി വീഴുമ്പോൾ, നമ്മളെക്കാൾ സാമ്പത്തിക ശേഷിയുണ്ടായിരുന്ന അയൽക്കാരൻ സാമ്പത്തികമായി തകരുമ്പോൾ, അങ്ങനെ പലവിധമെങ്കിലും നാം ഇവയിൽ സന്തോഷിക്കുന്നവരെങ്കിൽ, വിജയിക്കുമ്പോൾ പരാജയപ്പെടുന്നവരെ ചെറുതായി കാണുന്നുവെങ്കിൽ, നാമും അറിയാതെ വലിയ പീഡകരായി മാറുകയാണ് എന്നറിയുക. അത് ദുർബലന്റെ ആനന്ദമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ദൗർബല്യത്തിന്റെ നേർക്കാഴ്ച കൂടിയാണിത്. അത് വെറുപ്പിന്റെ ആനന്ദമാണ്. ലോകം മുഴുവൻ നമ്മെ വെറുത്താലും കൈപിടിച്ചുയർത്തി നമ്മെ മാറോട് ചേർത്ത് നിർത്താൻ നമുക്ക് ഒരു ദൈവമുണ്ട്. നിത്യം ജീവിക്കുന്നവനായ ദൈവം, തന്റെ ശരീര രക്തങ്ങൾ നൽകി നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം. ആ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നിടൂ, എന്നിൽ വസിച്ച് ജന്മത്തെ അനശ്വരമാക്കിയിടൂ. ഈശോ എൻ കർമ്മപഥത്തിൽ കടന്നു വന്നിടൂ, അവിടെ വസിച്ചൻ കർമ്മങ്ങൾ വിശുദ്ധമാക്കിയിടൂ. ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നിടൂ. നീ തന്നെ സത്യം, നീ തന്നെ മാർഗം, നീ തന്നെ ജീവനും സർവേശ്വര. നീ തന്നെ വചനം, നീ തന്നെ ദീപം, നീ ഏകരക്ഷകൻ സർവേശ്വര. ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നിടൂ. ഈശോ എൻ ചരണഗതിയിൽ കടന്നു വന്നിടൂ, അവിടെ വസിച്ചൻ മാർഗങ്ങൾ നിർമ്മലമാക്കിയിടൂ. ഈശോ എൻ ചിന്താഗതിയിൽ കടന്നു
കടന്നു വന്നിടൂ. അവിടെ വസിച്ചൻ ചിന്തകളെ ദൈവികമാക്കിടൂ. ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നിടൂ. നീ തന്നെ സത്യം, നീ തന്നെ മാർഗം, നീ തന്നെ ജീവനും സർവേശ്വര. നീ തന്നെ വചനം, നീ തന്നെ ദീപം, നീ ഏകരക്ഷകൻ സർവേശ്വര. ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നിടൂ. അടയ്ക്കപ്പെട്ട മുറിയിൽ സമാധാനവുമായി വന്നവൻ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് അന്ത്യപ്രഭാഷണത്തിൽ ശിഷ്യർക്ക് വാക്കുകൊടുത്തവൻ. ആ ഈശോയ്ക്ക് അടയ്ക്കപ്പെട്ട മുറിയിലെ ഗദ്ഗതങ്ങൾ കേൾക്കാതിരിക്കാൻ കഴിയില്ല. തന്റെ വാക്കു പാലിക്കുവാൻ പൂട്ടപ്പെട്ട മുറികൾ അവന് തടസ്സമാവില്ല. അവരുടെ മധ്യേ വന്നു നിന്ന് സമാധാനം ആശംസിച്ച് അവൻ ആരംഭിക്കുകയാണ്. സമാധാനാശംസ മറ്റുള്ളവർക്ക് അഭിവാദനം അർപ്പിക്കുവാനുള്ള സാമാന്യ മര്യാദ രീതി ആയിരുന്നെങ്കിലും ഈശോ നൽകിയ ആശംസയിലൂടെ ശിഷ്യർക്ക് പുതിയ ഭാവവും അർത്ഥതലങ്ങളും ഉണ്ടായി. ശിഷ്യരിലുണ്ടായ ആന്തരിക പരിവർത്തനം അവരുടെ ഹൃദയത്തെ ഭരിച്ചിരുന്ന ഭയവും ദുഃഖവും നിരാശയുമെല്ലാം ഇല്ലാതാക്കുവാൻ ഉതകുന്നതായിരുന്നു. കേവലം ഒരു ആശംസ എന്നതിലുപരി തന്റെ യാത്രാമൊഴികൾ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനമാണ് ഈശോ അതിലൂടെ ശിഷ്യരിലേക്ക് ചൊരിഞ്ഞത്. തന്റെ രക്ഷാകര പദ്ധതിയുടെ ഫലമായ രക്ഷയുടെ അനുഭവം തന്നെയാണ് ആ സമാധാനാശംസയിലൂടെ ഈശോ പങ്കുവെച്ചത്. അടയ്ക്കപ്പെട്ടിരുന്ന മുറിയിൽ കടന്നു വന്ന ഈശോനാഥ, അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴാൻ അവിടുന്ന് വരേണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാൽ ഊട്ടാൻ മറന്നാത്ത തളരാത്ത തായ്ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, കനിവിൻ്റെ കൂദാശയേ, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കാണാൻ കൊതിച്ചെന്നാൽ കൂടെ വസിക്കും, കൂട്ടം പിരിഞ്ഞാലോ തേടി വരും, കാണാൻ കൊതിച്ചെന്നാൽ കൂടെ വസിക്കും, കൂട്ടം പിരിഞ്ഞാലോ തേടി വരും, തേടി വന്നിടിലോ തോളിലെടുക്കണം, തോളിലെടുത്തവൻ ഉന്മ നൽകും, തേടി വന്നിടിലോ തോളിലെടുക്കണം, തോളിലെടുത്തവൻ ഉന്മ നൽകും. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, കനിവിൻ്റെ കൂദാശയേ, പ്രാണൻ കൊണ്ടിന്നവൻ പ്രാതൽ വിളമ്പും, പാപിയെന്നോർക്കാതെ ഉള്ളിൽ
കാരുണ്യമേ ദൈവസ്നേഹമേ ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ കനിവിൻ്റെ കൂദാശയേ കനിവിൻ്റെ കൂദാശയേ കൂടെ വസിക്കണേ പോകരുതേ കൂട്ടുവേണം നിന്റെ സ്നേഹബലം കൂടെ വസിക്കണേ പോകരുതേ കൂട്ടുവേണം നിന്റെ സ്നേഹബലം ശിഷ്യർക്ക് സമാധാനം ആശംസിച്ച് അവരുടെ ഹൃദയങ്ങളെ ചൂഴ്ന്നു നിന്ന ഭാരങ്ങളെല്ലാം അകറ്റിയ ശേഷം ഈശോ ചെയ്തത് തന്റെ മുറിപ്പാടുകൾ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. തന്റെ മരണത്തിൽ പതറി നിന്ന ശിഷ്യന്മാരെ ഉത്ഥാനത്തിന്റെ യാഥാർത്ഥ്യത്തിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി അവിടുത്തേക്കുണ്ടായിരുന്നിരിക്കണം. അപ്രകാരം ഒരു സാക്ഷ്യപ്പെടുത്തൽ വഴി 33 വർഷക്കാലം തങ്ങൾ കൂടെ നടന്ന് അനുഭവിച്ചറിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് കുരിശിൽ തറയ്ക്കപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരു തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന ഉറപ്പാണ് അതുവഴി അവർക്ക് ലഭിച്ചത്. ഉണ്ടാവട്ടെ എന്ന ഒറ്റ വാക്കിനാൽ സർവവും സൃഷ്ടിച്ച സർവശക്തൻ ലോകത്തെ രക്ഷിക്കാൻ കഠിനമായ സഹനത്തിന്റെ വഴി തിരഞ്ഞെടുത്തത് ശാപമായിരുന്ന സഹനത്തെ അനുഗ്രഹമായി രൂപാന്തരപ്പെടുത്താനാണെന്ന വലിയ തിരിച്ചറിവിലേക്ക് ശിഷ്യരെ അവിടുന്ന് നയിച്ചു. കുരിശിലൂടെ ലോകത്തെ രക്ഷിച്ചവനിൽ വിശ്വസിക്കുന്നവർക്ക് സഹനം ഒരിക്കലും ശാപമോ ഒഴിവാക്കേണ്ട തിന്മയോ അല്ല, രക്ഷയ്ക്കുള്ള മാർഗമായ തിരിച്ചറിവിലേക്കാണ് അവർ വളർന്നത്. അത് വിശ്വാസത്തിന് ഉറപ്പിക്കലായിരുന്നു. ഈശോയുടെ സഹനത്തിന്റെയും മരണത്തിന്റെയും രക്ഷാകരമായ പൊരുൾ അവർ ഗ്രഹിച്ചു. തങ്ങളുടെ ഹൃദയത്തിൽ സങ്കടക്കടൽ തീർത്ത ആ മുറിവുകൾ തന്നെ വലിയ ആനന്ദത്തിന് കാരണമായി തീർന്നു. ഇതൊരു അത്ഭുതമാണ്. ഈശോ തന്റെ രക്തത്താൽ നേടിയെടുത്ത രക്ഷയെന്ന ദാനം തങ്ങൾ സ്വീകരിച്ചതുപോലെ ലോകം മുഴുവൻ പകർന്നു കൊടുക്കുകയെന്ന ദൗത്യമാണ് ശിഷ്യരെ കാത്തിരുന്നത്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് അരുളി ചെയ്താണ് ഈശോ ശിഷ്യരെ ആ വലിയ ദൗത്യം ഏൽപ്പിക്കുന്നത്. ഈശോയെ ഈ കാലഘട്ടത്തിൽ അതേ ദൗത്യം തുടരാനാണ് അവിടുന്ന് ഞങ്ങളെയും വിളിച്ചത്. നാഥ, ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തു, അനുഗ്രഹിക്കൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിൽ അലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിൽ അലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ വൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. സ്നേഹ
ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആർപ്പാതെ അർപ്പിക്കാം. സ്നേഹം ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആർപ്പാതെ അർപ്പിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം, ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം. ആത്മാവുണർന്നു നിൻ സ്തുതിഗീതികളാ മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ. സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. ഭൂവിൽ ഞാനുള്ള കാലം നേരിൽ എന്നാഥനപ്പം അങ്ങൻ പാതയിൽ ലക്ഷ്യവും. ഭൂവിൽ ഞാനുള്ള കാലം നേരിൽ എന്നാഥനപ്പം അങ്ങൻ പാതയിൽ ലക്ഷ്യവും. പാരിന്ദുഃഖങ്ങൾ സർവം നിസാരം, പാരിന്ദുഃഖങ്ങൾ സർവം നിസാരം. പുണ്യപുകാരമേശുവിൻ അരികെ ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയ ഇന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ. സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്റേതാണ്. നീ എനിക്ക് പ്രിയങ്കരനും വിലപ്പെട്ടവനും ബഹുമാന്യനുമാണ്. നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകാമെന്നരുളി ചെയ്ത ജീവനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മനുഷ്യ മക്കളോടുകൂടി വസിക്കുവാനുള്ള അധമ്യമായ ആഗ്രഹത്താലാണല്ലോ അന്ത്യ താഴവേളയിൽ ദിവ്യകാരുണ്യമെന്ന കൂദാശ അവിടുന്ന് സ്ഥാപിച്ചത്. ദിവ്യനാഥ, അങ്ങയുടെ അതിരുകളില്ലാത്ത അളവുകളില്ലാത്ത ശൂന്യമാക്കലിന്റെ സ്നേഹം ഞങ്ങൾ ഇവിടെ ദർശിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ഹോമിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ മാതൃക കാണിച്ച ദിവ്യരക്ഷക, ഈ പാപികളും ബലഹീനരുമായ അങ്ങയുടെ ദാസരിൽ കനിയേണമേ. അങ്ങയുടെ സ്നേഹത്തിന് പ്രതിനന്ദി കാട്ടുവാൻ അറിവില്ലാത്തവരാണ് ഞങ്ങൾ. വീണ്ടും വീണ്ടും പാപത്തിൽ ഉൾപ്പെട്ട് അങ്ങയുടെ മുറിവുകൾ ഞങ്ങൾ ഇരട്ടിപ്പിക്കുന്നു. എങ്കിലും നാഥ, നീതിമാന്മാരെയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് ഈ സമയം മാടി വിളിക്കുകയാണല്ലോ. മലകൾ മാറപ്പെട്ടേക്കാം, കുന്നുകൾ നികത്തപ്പെട്ടേക്കാം, എങ്കിലും എന്റെ അനന്ത സ്നേഹം നിങ്ങളെ പിന്തിരിയുകയില്ല എന്നരുളി ചെയ്ത പിതാവേ, അങ്ങയുടെ അനന്ത സ്നേഹം ഈ സമയം ഞങ്ങൾ അറിയുന്നു. മകനെ, മകളെ, നീ എന്റേതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്നുള്ള തിരുവചനങ്ങളിലൂടെ
അവിടുന്ന് സ്നേഹപൂർവം ഞങ്ങളോടൊപ്പം ചരിക്കുന്നു. നാഥ, നീ എത്ര നല്ലവനാണ്. നിന്റെ സ്നേഹം എത്രയോ വലുതാണ്. എനിക്ക് നീ നൽകിയ നാവുകൊണ്ട് ഞാൻ സ്തോത്രഗീതങ്ങൾ ആലപിക്കട്ടെ. ദിവ്യ കാരുണ്യനാഥ, എന്നുള്ളത്തിൽ വാഴാൻ വരൂ. ദിവ്യ കാരുണ്യനാഥ, എന്നുള്ളത്തിൽ വാഴാൻ വരൂ. നിന്നാത്മം എന്നിൽ നിറയാൻ എൻ ഹൃത്തിൽ വാസമാകൂ. സ്നേഹം എന്നിൽ ചൊരിയാൻ, ദാനമെന്നിൽ പകരാൻ നാഥ നീ വേഗം വരണേ. എന്നെ നിന്റേതാക്കിയിടണേ. നാഥ നീ വേഗം വരണേ. എന്നെ നിന്റേതാക്കിയിടണേ. എൻ്റെ ഉള്ളിൽ വന്നു വാഴാനായി അപ്പത്തിൻ്റെ രൂപം കൈക്കൊണ്ടു. എൻ്റെ ഉള്ളിൽ വന്നു വാഴാനായി അപ്പത്തിൻ്റെ രൂപം കൈക്കൊണ്ടു. മർത്യന്റെ പാപഭാരം പേരാ ദാസന്റെ രൂപത്തിൽ വന്നു. മർത്യന്റെ പാപഭാരം പേരാ ദാസന്റെ രൂപത്തിൽ വന്നു. ദിവ്യ കാരുണ്യനാഥ, എന്നുള്ളത്തിൽ വാഴാൻ വരൂ. വിണ്ണിൽ നിന്നും മണ്ണിൽ വന്ന ഭോജ്യം എന്റെ നാവിൽ വന്നലിഞ്ഞ നേരം. വിണ്ണിൽ നിന്നും മണ്ണിൽ വന്ന ഭോജ്യം എന്റെ നാവിൽ വന്നലിഞ്ഞ നേരം. ലോകൈകനാഥനായ ദൈവം എന്നെ സ്വന്തമാക്കിയിടുന്ന ഭാഗ്യം. ദിവ്യ കാരുണ്യനാഥ, എന്നുള്ളത്തിൽ വാഴാൻ വരൂ. ദിവ്യ കാരുണ്യനാഥ, എന്നുള്ളത്തിൽ വാഴാൻ വരൂ. നിന്നാത്മം എന്നിൽ നിറയാൻ എൻ ഹൃത്തിൽ വാസമാകൂ. സ്നേഹം എന്നിൽ ചൊരിയാൻ, ദാനമെന്നിൽ പകരാൻ നാഥ നീ വേഗം വരണേ. എന്നെ നിന്റേതാക്കിയിടണേ. നാഥ നീ വേഗം വരണേ. എന്നെ നിന്റേതാക്കിയിടണേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായ ദൈവമേ, ഭൂമിയിൽ എല്ലാ അവയവങ്ങളോടും കൂടി ഞങ്ങളെ സൃഷ്ടിച്ച അങ്ങയുടെ സൃഷ്ടികർമ്മം ഞങ്ങളിപ്പോൾ സ്മരിക്കുന്നു. അങ്ങയുടെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയാണല്ലോ മനുഷ്യരായ ഞങ്ങൾ. മറ്റെല്ലാ സൃഷ്ടവസ്തുക്കൾക്കും നൽകിയിരിക്കുന്നതിലും ഉപരിയായ ദാനങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. ദിവ്യനാഥ, കൂടുതൽ ലഭിക്കുന്നവനോട് കൂടുതൽ ചോദിക്കുമെന്ന അടിസ്ഥാന സത്യം ഞങ്ങൾ പലപ്പോഴും മറന്നുപോകുന്നു. സ്നേഹ ഈശോയെ, ഇത്രയെല്ലാം നന്മകളാൽ ഞങ്ങളെ നിറച്ചിട്ടും ആ നന്മകളോട് വേണ്ട വിധത്തിൽ പ്രതികരിക്കുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ലല്ലോ. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ കഴിവുകൾ, സമയം, ആരോഗ്യം എല്ലാം ഞങ്ങൾ സുഖലോലുപതയ്ക്കും പണസമ്പാദനത്തിനും മറ്റു മിഥ്യയായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചു. നാഥ, ഞങ്ങൾ ചെയ്തു പോയ ഈ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഈശോയെ,
അങ്ങയുടെ അനന്ത സ്നേഹത്തോടും കാരുണ്യത്തോടും വേണ്ട വിധം പ്രത്യുത്തരിക്കാത്ത എല്ലാ അവസരങ്ങളും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്നേഹസ്വരൂപ, ഞങ്ങളുടെ ഈ കുറവുകളെയും പോരായ്മകളെയും അവിടുന്ന് കണക്കിലെടുക്കരുതേ. ജീവിതത്തിന്റെ ഓരോ നിമിഷവും വിലയേറിയതെന്ന് മനസ്സിലാക്കി ബോധപൂർവം ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്തവ്യങ്ങൾ നിരസിക്കാതെ ഉത്തരവാദിത്വ ബോധത്തോടെയും ദൈവഭയത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിലെ സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിലെ സ്വർഗസമ്മാനമേ. ഹൃദയമൊരുക്കി ഞാൻ നാഥാണയോ, സർവം അർപ്പിക്കാം എന്നിൽ അറിയോ. നീക്കണമേ കരകൾ, ചൊരിയണമേ കൃപകൾ. നീക്കണമേ കരകൾ, ചൊരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാതയമേ. കടലോളം സ്നേഹമാ മരുഭൂമാം മാനസേ, മലയോളം കൃപയുമാ കൃപ ചോർന്നിൻ ജീവനിൽ. കടലോളം സ്നേഹമാ മരുഭൂമാം മാനസേ, മലയോളം കൃപയുമാ കൃപ ചേർന്നിൻ ജീവനിൽ. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പരദീസ, എന്നീശോ എൻ ഭാഗ്യം. സ്വർഗം എൻ സ്വന്തം, എന്നീശോ എൻ സ്വന്തം. ഹൃദയം പരദീസ, എന്നീശോ എൻ ഭാഗ്യം. അനവരതം കൃപ ചൊരിയുന്നീശോ ആരാധന. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ സ്വർഗസമ്മാനമേ. സർവം നീ തന്നപ്പോൾ നൽകുന്നുണ്ടേറെ ഞാൻ. എന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ. സർവം നീ തന്നപ്പോൾ നൽകാറുണ്ടേറെ ഞാൻ. നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ. സർവം നിന്ദാനം, തിരുവിഷ്ടം എന്നിഷ്ടം. വചനം എൻ ദീപം, നിൻസുഹൃതം എൻ ധർമ്മം. സർവം നിന്ദാനം, തിരുവിഷ്ടം എന്നിഷ്ടം. വചനം എൻ ദീപം, നിൻസുഹൃതം എൻ ധർമ്മം. അനവരതം കൃപ ചൊരിയുന്നീശോ ആരാധന. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ.
അനുതപിച്ച് അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് രക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. യഥാർത്ഥമായ അനുതാപം ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. വ്യക്തിവൈരാഗ്യങ്ങളും വാശിയും വ്യർത്ഥാഭിമാനവും വെടിഞ്ഞ് അനുതാപം എന്ന പുണ്യത്തെ നേടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾക്ക് കാരണക്കാർ മറ്റുള്ളവരാണെന്ന ചിന്തയും സ്വയനീതീകരണവും ഞങ്ങളിൽ നിന്ന് എടുത്തുമാറ്റി ഞങ്ങളെ അവിടുന്ന് എളിമപ്പെടുത്തണമേ. മകനെ, നീ തിരികെ വരിക, നിന്റെ കർത്താവാരെന്ന് നീ അറിയുക എന്ന് അവിടുന്ന് ഞങ്ങളെ നോക്കി പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കുവാൻ പ്രാപ്തരാക്കണമേ. ക്ഷമിക്കപ്പെടുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപത്തിൽ പെടാതിരിക്കുവാനും അങ്ങയുടെ കാരുണ്യത്തെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ബലഹീനരായ വെറും കീടങ്ങളായ ഞങ്ങളുടെ അല്പത്വത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങനെ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള മക്കളായി വളർന്ന് പ്രശോഭിക്കുവാൻ അനുഗ്രഹമരുളണമേ. 99 നീതിമാന്മാരെക്കാൾ ഉപരിയായി അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സന്തോഷിക്കുന്ന നാഥ, ഞങ്ങളുടെ പാപങ്ങളും വീഴ്ചകളും ഓർത്ത് അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. പാപിയായ എന്റെ മേൽ കനിയേണമേ എന്ന് വിനയപൂർവം പ്രാർത്ഥിച്ച ചുങ്കക്കാരനെ പോലെ ഞങ്ങളുടെ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കുന്ന ഈശോനാഥ, സ്വന്തം അമ്മ പോലും എന്നെ തള്ളിപ്പറഞ്ഞാലും എനിക്ക് അത്താണിയായി നിൽക്കുന്ന നീ ഒരിക്കലും എന്നെ പിരിയില്ല എന്ന വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ, നിന്റെ പ്രകാശവും സമാധാനവും ശാന്തിയും സ്ഫുരിക്കുന്നവരായി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാൻ അവിടുന്ന് അനുഗ്രഹമരുളിയാലും. സ്നേഹപിതാവേ, ഇനിയും വഴിതെറ്റി വീഴുവാൻ അങ്ങയുടെ അനുയായികളും തിരഞ്ഞെടുക്കപ്പെട്ടവരുമെന്ന അഭിമാനത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇടയാകരുതേ. നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള ജ്ഞാനവും നീതിക്കും സത്യത്തിനും വേണ്ടി പൊരുതുവാനുള്ള മനക്കരുത്തും തന്റെ ഇടവും അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്നേഹത്തിൻ ദീപനാളമാ, ത്യാഗത്തിൻ പുണ്യസുനമാ, ദൈവത്തിൻ പുത്രനാ ഈശോനാഥൻ, ലോകത്തിൻ നീതി സൂര്യനാ. സ്നേഹത്തിൻ ദീപനാളമാ, ത്യാഗത്തിൻ പുണ്യസുനമാ, ദൈവത്തിൻ പുത്രനാ ഈശോനാഥൻ, ലോകത്തിൻ നീതി സൂര്യനാ. രാജരാജനാ ഈശോയെ ഉള്ളിൽ വന്നു വാഴണമേ. രാജരാജനാ ഈശോയെ ഉള്ളിൽ വന്നു വാഴണമേ. ദിവ്യകാരുണ്യ സ്നേഹമേ, ജീവന്റെ നാഥനാണു നീ. ദിവ്യകാരുണ്യ സ്നേഹമേ, ജീവന്റെ നാഥനാണു നീ. നിന്റെ ശരീരവും ചോരയുമേകി പാപികൾക്കെന്നും മോചനം നൽകി. നിന്റെ ശരീരവും ചോരയുമേകി പാപികൾക്കെന്നും മോചനം നൽകി. ആത്മസൗഖ്യം നീ പകർന്നു നിത്യജീവൻ നൽകാൻ. ശൂന്യനായി നീ, ഭോജ്യമായി നീ, സ്നേഹത്തിൻ ദീപനാളമാ, ത്യാഗത്തിൻ പുണ്യസുനമാ, ദൈവത്തിൻ പുത്രനാ ഈശോനാഥൻ,
ലോകത്തിൻ നീതി സൂര്യനാ അധ്വാനിക്കുന്നവർ ആലംബമായി പീഡിതർക്കെന്നും ആനന്ദമായി അധ്വാനിക്കുന്നവർ ആലംബമായി പീഡിതർക്കെന്നും ആനന്ദമായി നീ അണഞ്ഞു നിന്റെ മുന്നിൽ ഏകിടും നീ ജന്മം സ്വീകരിക്കണമേ നാഥ നീ നയിക്കണമേ സ്നേഹത്തിൻ ദിവനാളമ ത്യാഗത്തിൻ പുണ്യസൂനമ ദൈവത്തിൻ പുത്രനാ ഈശോനാഥൻ ലോകത്തിൻ നീതി സൂര്യനാ രാജരാജനാ ഈശോയേ ഉള്ളിൽ വന്നു വാഴണമേ രാജരാജനാ ഈശോയേ ഉള്ളിൽ വന്നു വാഴണമേ ദിവ്യകാരുണ്യ സ്നേഹമേ ജീവന്റെ നാഥനാണു നീ ദിവ്യകാരുണ്യ സ്നേഹമേ ജീവന്റെ നാഥനാണു നീ. സുഭാഷിതം 22:6 പറയുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്നും വ്യതിചലിക്കുകയില്ല. സ്നേഹപിതാവായ ദൈവമേ, അനുദിന ജീവിതത്തിൽ അനവധിയായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങേക്ക് ഈ അവസരത്തിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ടവർ ഓരോ തെറ്റുകുറ്റങ്ങളിലും അനാവശ്യമായ കൂട്ടുകെട്ടുകളിലും സ്വഭാവ ദുശീലങ്ങളിലും അടിമപ്പെട്ട് ഞങ്ങളുടെ കണ്ണുനീരിനും തീരാവേദനകൾക്കും കാരണക്കാരായി മാറുമ്പോൾ നിരന്തരം അവരെ കുറ്റപ്പെടുത്തുന്ന ഞങ്ങൾ വേണ്ട സമയത്ത് കൃത്യമായ തിരുത്തലുകളും ശാസനകളും നൽകി അവരുടെ ജീവിതത്തിൽ ഇടപെടാതിരുന്നത് കൊണ്ടാണ് ഞങ്ങളിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചതെന്നുള്ള യാഥാർത്ഥ്യത്തെ പലപ്പോഴും സൗകര്യപൂർവ്വം വിസ്മരിച്ചു കളയാറുണ്ട്. കർത്താവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ കുറവുകളെയും പിഴവുകളെയും ഓർത്ത് ഞങ്ങളിതാ അനുതപിക്കുന്നു. കരുണയായിരിക്കണമേ. ഞങ്ങളുടെ വഴികളിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കുവാൻ മാത്രമല്ല, ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ മാർഗങ്ങളെയും ലക്ഷ്യങ്ങളെയും വിശുദ്ധിയിൽ നിലനിർത്തുവാൻ സഹായിക്കുന്ന വിശ്വാസവും വിവേകവുമേകി ഞങ്ങളെ പാകപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമായി പോകാതെ യഥോചിതം ഫലം അണിയിക്കുവാനുള്ള അനുഗ്രഹത്തിന് ഞങ്ങളെ അവിടുന്ന് നിരന്തരം പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ഈശോയുടെ ദിവ്യഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ലവനാം ഈശോദൻ നിർമ്മലമാ സ്നേഹത്തിൻ വാത്സല്യം ഉള്ളിൽ നിന്നും അറിയുന്നു നാഥ, സ്വർഗീയ സന്തോഷപ്പൊരുളറിയുന്നു. നല്ലവനാം ഈശോദൻ നിർമ്മലമാ സ്നേഹത്തിൻ വാത്സല്യം ഉള്ളിൽ നിന്നും അറിയുന്നു നാഥ, സ്വർഗീയ സന്തോഷപ്പൊരുളറിയുന്നു. നന്ദിയോടെ പാടും നീതാ സകലേശ ഹല്ലേലൂയ, നന്ദിയോടെ പാടും നീതാ സകലേശ ഹല്ലേലൂയ. നല്ലവനാം ഈശോദൻ നിർമ്മലമാ സ്നേഹത്തിൻ വാത്സല്യം ഉള്ളിൽ നിന്നും അറിയുന്നു നാഥ, സ്വർഗീയ സന്തോഷപ്പൊരുളറിയുന്നു. മനസ്സിൻ താളുകളിൽ മതിയോളം നൽകുന്നു മധുരം നിൻ വചനാമൃത സൗഭാഗ്യം. മനസ്സിൻ താളുകളിൽ മതിയോളം നൽകുന്നു
മധുരം നിൻ വചനാമൃത സൗഭാഗ്യം. കാലിടറാതെയെന്നും കരുതും നിന്റെ നാഥൻ, ഓരോ ദിനവും അങ്ങേ കൃപയിൽ വളരുന്നു. കാലിടറാതെയെന്നും കരുതും നിന്റെ നാഥൻ, ഓരോ ദിനവും അങ്ങേ കൃപയിൽ വളരുന്നു. നന്ദിയോടെ പാടും നീതാ സകലേശ ഹല്ലേലൂയ. നന്ദിയോടെ പാടും നീതാ സകലേശ ഹല്ലേലൂയ. കർത്താവിൽ സന്തോഷം അവനെന്റെ സങ്കേതം, അവനാളും പിരിയാത്തൊരു സാന്നിധ്യം. കർത്താവിൽ സന്തോഷം അവനെന്റെ സങ്കേതം, ഒരു നാളും പിരിയാത്തൊരു സാന്നിധ്യം. ദുഃഖങ്ങൾക്കു മുന്നിൽ ആശ്രയമേകുമെന്നും എല്ലാം നന്മയ്ക്കായി ഒരുക്കും കാരുണ്യം. ദുഃഖങ്ങൾക്കു മുന്നിൽ ആശ്രയമേകുമെന്നും എല്ലാം നന്മയ്ക്കായി ഒരുക്കും കാരുണ്യം. നന്ദിയോടെ പാടും നീതാ സകലേശ ഹല്ലേലൂയ. നന്ദിയോടെ പാടും നീതാ സകലേശ ഹല്ലേലൂയ. നല്ലവനാം ഈശോദൻ നിർമ്മലമാ സ്നേഹത്തിൽ വാത്സല്യം ഉള്ളിൽ ഇന്നും അറിയുന്നു. നാഥ സ്വർഗീയ സന്തോഷപ്പൊരുൾ അറിയുന്നു. നാഥ സ്വർഗീയ സന്തോഷപ്പൊരുൾ അറിയുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ നാം ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ദൈവത്തിനുമുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിലെ വേദനകളും പ്രയാസങ്ങളും ഒരു വലിയ നന്മയ്ക്കായി ദൈവം ഒരുക്കുന്നു എന്ന ചിന്ത നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവത്തിന് ചെങ്കടൽ പിളർക്കാമെങ്കിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഒരുക്കാമെങ്കിൽ അവിടുത്തെ മക്കളായ നമുക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവിന് മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 സംവത്സരങ്ങൾ ഒരു ദിവസം പോലെയുമാണെന്ന് വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു. അവിടുത്തോടൊപ്പം ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ ശ്രവിക്കാം. പരിശുദ്ധ പാപ്പ പറയുന്നു, വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് പ്രജകളെ ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സഭയായി മാറണം നാം. പുതിയ പാതകൾ കണ്ടെത്താനും കുർബാനയ്ക്ക് വരാത്തവരെയും സഭ വിട്ടുപോയവരെയും സഭയോട് നിസ്സംഗത പുലർത്തുന്നവരെയും തേടിപ്പോകുവാനും കഴിവുള്ള ഒരു സഭയായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത്. നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മാത്രം പ്രാർത്ഥിക്കുന്നവരാകാതെ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഭിന്നിക്കുമ്പോൾ, അജ്ഞത മൂലം ജനം നശിക്കുമ്പോൾ ലോകത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കാൻ നമുക്കാകണം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള തീഷ്ണതയാൽ നാം എരിയണം. നമ്മുടെ ഇടവക മധ്യസ്ഥനായ ഔസേപിതാവിനോടൊപ്പം മാതാവിനോടും സകല വിശുദ്ധരോടുമൊപ്പം ആത്മാർത്ഥതയോടെ നഷ്ടമായി പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി, ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടി, സഭയെയും രാജ്യത്തെയും നയിക്കുന്ന അധികാരികൾക്ക് വേണ്ടി നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം. ഈശോയുടെ സമാധാനം നാം ഓരോരുത്തരോടും കൂടി ഉണ്ടാകട്ടെ. ആമീൻ. ദൈവപിതാ സ്നേഹനാഥ ആരാധിക്കുന്നീതാ, വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. സ്നേഹനാഥ യേശുനാഥ
ആരാധിക്കും നീതാ വാനിട